ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. 1 കൊരിന്ത്യർ 11:3 എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇതെഴുതുമ്പോൾ ചില തർക്കങ്ങൾ കൊരിന്ത് സഭയിലുണ്ടായിരുന്നു. ആരാധനാക്രമം എങ്ങനെയായിരിക്കണം, പുരുഷനും സ്ത്രീക്കുമുള്ള പങ്ക്, തല മൂടുന്നതിനെ കുറിച്ച് തുടങ്ങിയവയായിരുന്നു അവയിൽ ചിലത്. ഏത് പുരുഷന്റെയും തല ക്രിസ്തു എന്ന് പറയുമ്പോൾ ദൈവം വച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണത്. ശരീരത്തെ സംരക്ഷിക്കുന്നത് തലയാകുന്നു. അതിൽ നിന്ന് ശരീരത്തിന് ജീവൻ നൽകുന്നു. ക്രിസ്തുവിന് അധികാരമുള്ളവനാണ് പുരുഷൻ. ക്രിസ്തുവിനോട് ഉത്തരം പറയേണ്ടവനാണവൻ. അതായത് പുരുഷൻ സ്വതന്ത്രനല്ല, ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്റെ വാരിയലിൽ നിന്നാണ് സ്ത്രീ എടുക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് സൃഷ്ടിയുടെ ക്രമം. അതൊരു സംരക്ഷണത്തിന്റെ ക്രമമാണ്. മൂല്യത്തിൽ ആദമും ഹൗവയും ഒരുപോലെയാണ്. രണ്ടുപേരും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവൻ എന്ന നിലയിൽ പുരുഷൻ കുടുംബത്തിന്റെ ആത്മീയ സംരക്ഷകനാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ പുരുഷൻ തന്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടതാകുന്നു. ക്രിസ്തുവിന്റെ തല ദൈവമാകുന്നു എന്നുള്ളതിൽ ദൈവതുല്യനായ ക്രിസ്തു പിതാവിനോട് സ്വയം കീഴടങ്ങുന്നു. ഫിലിപ്പ്യാലേഖനം ക്രിസ്തുവിനെ കുറിച്ചവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശത്തിലായി എന്നെഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നിയോഗത്തിലുള്ള ശുശ്രൂഷയിൽ കീഴടങ്ങലിനെ ഇവിടെ കാണിക്കുന്നു. ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ പുരുഷൻ കുടുംബത്തിന്റെ തലയായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണം. യേശുക്രിസ്തു ദൈവത്തിന് കീഴടങ്ങിയതുപോലെ കുടുംബത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ക്രമം ദൈവിക അനുഗ്രഹം ലഭിക്കുവാനിടയാകുന്നു. കർത്താവ് വച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ചങ്ങലയാണ് ദൈവം, ക്രിസ്തു, പുരുഷൻ, സ്ത്രീ എന്നീ ക്രമത്തിൽ താഴെ ക്രമത്തിലുള്ളവർ മുകളിലുള്ളവരോട് കീഴടങ്ങുകയും അപ്പോൾ തന്നെ താഴെ ക്രമത്തിലുള്ളവരെ സ്നേഹിച്ച് സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം മുകളിലത്തെ ക്രമപ്രകാരമുള്ളവരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതെ, തിരുവചനപ്രകാരം ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം.